പേജ് നമ്പർ 21 ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് എയ്ത്ത് ടേം ഇസ് 35. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം, വാട്ട് ഈസ് ഇറ്റ്സ് 23rd ടേം? ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉം ആണ്. ശ്രേണിയിലെ 13ാം പദം എന്താണ്? ശ്രേണിയിലെ 23ാം പദം എന്താണ്? തേർഡ് ടേം 15, എയ്ത്ത് ടേം 35, മൂന്നാം പദം 15, എട്ടാം പദം 23 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് 13ാം പദം കണ്ടെത്തണം, 13ാം പദവും കണ്ടെത്തണം, 23ാം പദവും കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള മാർഗം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എട്ടാമത്തെ പദത്തിനോടുകൂടി എയ്ത്ത് ടേമിനോടുകൂടി ഒരു 5 എണ്ണം, 8 5 അല്ലേ 13, 5 ഡിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 13ാം പദം കിട്ടുമല്ലോ. 13th ടേം നമുക്ക് കിട്ടും, ഒരു സംശയമില്ലല്ലോ. അപ്പം 8th ടേമിനോടുകൂടി 5 ഡി ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും 13ാമത്തെ പദം കിട്ടും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ഇതിനകത്ത് നിന്ന് ഡി എന്ന സംഭവം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സസൈസ് പഠിച്ചു അല്ലേ? ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡി ഈസ് ഈക്വൽ ടു പദവ്യത്യാസം ഭാഗം സ്ഥാനവ്യത്യാസം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കാണാതെ പഠിച്ചോണം കേട്ടോ, പൊസിഷൻ ഡിഫറൻസ്. ഇനി ഇവിടെ ഏതൊക്കെയാണ് ടേം എന്ന് പറയുന്നത്? ടേം എന്ന് പറയുന്നത് 15ഉം 35ഉമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് വായിച്ചേക്കാം. ഡി ഈസ് ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ പൊസിഷനിൽ മൈനസ് ചെയ്യണം, ഇങ്ങനെ മൈനസ് ചെയ്യണം. അതായത് 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. 35 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 20 വരും. 8 മൈനസ് 3 5 വരും. സോ 20 4 5 അല്ലേ 20. സോ 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 4 വരും. അപ്പം ഡി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം എട്ടാമത്തെ ടേം എന്ന് പറയുന്നത് 35നോടുകൂടി എത്ര ഡി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 5 ഡി. 5 ഗുണം 4 ചെയ്താൽ നമുക്ക് 13ാമത്തെ പദം ഗുണം 13th ടേം കിട്ടും. സോ 35 പ്ലസ് 4 5 20 ഈക്വൽ ടു 13ാം പദം. 35 20 55 ഈക്വൽ ടു 13ാം പദം. അപ്പോൾ 13ാം പദം എന്ന് പറയുന്നത് 55 ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് 23ാം പദമാണ്. 23ാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 13ാം പദത്തിനോടുകൂടി എന്ത് ആഡ് ചെയ്താൽ മതി? 13th ടേമിനോടുകൂടി 10 ഡി ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് 55നോടുകൂടി 10 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 55 പ്ലസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 95. അപ്പം 13ാം പദം എന്ന് പറയുന്നത് 95 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ 5ാം പദം 5th ടേം എന്ന് പറയുന്നത് 21 ആണ്. 9th ടേം 9ാം പദം എന്ന് പറയുന്നത് 41 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യ പദം എന്ത്? ഒന്നാമത്തെ ചോദ്യം ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയണം. ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മൂന്നാം പദം. ഇത് ചെയ്തിട്ട് പോവാമേ. ആദ്യ പദം കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് എന്ത് നമുക്ക് അറിയണം? ഡി അറിയണം അല്ലെ? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോളാം. സോ 41 മൈനസ് 21 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 4. ആൻസർ ഈസ് 5 വരും. പൊതു വ്യത്യാസം എത്രയാണ്? 5 ആണ്. അപ്പം നോക്കുക, 5 1 2 3 4 5. അഞ്ചാമത്തെ ടേമാണ് 21 എങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഇതിൽ നിന്ന് എത്ര 5 കൂട്ടിയപ്പോഴാണ് അവിടെ 21 വന്നതെന്ന് നോക്കിയേ. 1 2
3 4D. അപ്പം 21 നിന്ന് 4D കുറച്ചാൽ പോരെ. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 21 മൈനസ് 4D. അതായത് 21 മൈനസ് 4 ഇൻറ്റു ഡി എത്ര 5. സോ 21 മൈനസ് 20, അതായത് ഫസ്റ്റ് ടേം 1. അപ്പോൾ ഇത് 1. അടുത്ത നമ്മൾ ടേം എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 കൂടി 5 കൂട്ടി 6, 6 5 11, 11 6 17, 17 11 5 16, 16 5 21. ക്ലിയർ അല്ലേ? ഇനി ഓപ്ഷൻ ബി നോക്കാം. ബി ഇതാണ്. തേർഡ് ടേം എഴുതണം. തേർഡ് ടേം മൂന്നാം പദം. അതിപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ തന്നെ വന്നിരുന്നു അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 എങ്കിൽ പൊതുവ്യത്യാസം എഴുതാൻ 1 + 5 6, 6 + 5 11. തേർഡ് ടേം എന്ന് പറയുന്നത് 11 ആണ്. Third question, the fourth term of an arithmetic sequence is 61 and the seventh term is 31. What is its 10th term and what is its first term? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് ടേം 61, നാലാം പദം 61 എന്നും സെവൻത്ത് ടേം 31 എന്നും കൊടുത്തിട്ടുണ്ട്. ഏഴാം പദം 31 എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ 10th ടേം? 10th ടേം നമുക്കറിയണം. അപ്പോൾ 10th ടേം അറിയണമെങ്കിലും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഡിയിൽ തുടങ്ങണം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് 31 മൈനസ് 61 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4. 31 61 കുറയ്ക്കാൻ 61 31 കുറയ്ക്കുക ആദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതായതുകൊണ്ട് -30 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 3. സോ ആൻസർ ഈസ് -10 ആണ്. എന്ത്? ഡി. നമുക്ക് 10th ടേം അല്ലേ അറിയേണ്ടത്. അപ്പം ഏഴാമത്തെ ടേം 10th ടേം ഇസ് ഈക്വൽ ടു 7th ടേമിനോടുകൂടി 3D ആഡ് ചെയ്താൽ മതിയല്ലോ. സോ 7th ടേം ഈസ് 31 പ്ലസ് 3 ഇൻറ്റു ഡി ആരാണ്? -10. സോ 31 3 ഇൻറ്റു 10 30 പ്ലസ് ഇൻറ്റു മൈനസ് -30 എന്ന് വരും കേട്ടോ. സോ ആൻസർ ഈസ് 31 മൈനസ് 30 1. സോ 10th ടേം എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാണ്. അപ്പോൾ നമുക്ക് ഡി എന്തെന്ന് മനസ്സിലായി. ഡി ഈസ് ഈക്വൽ ടു -5 ആണ്. ഇനി ഫോർത്ത് ടേം നമുക്കറിയാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം ഈസ് 61. അപ്പം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഫോർത്ത് ടേം -3 ഇൻറ്റു ഡി ചെയ്താൽ പോരെ. ഫോർത്ത് ടേം ഈസ് 61 മൈനസ് 3 ഇൻറ്റു ഡി ആരാണ്? സോറി -5 അല്ല -10 ആട്ടോ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. -10. സോ എന്ത് വരും? 61 മൈനസ് ഇൻറ്റു മൈനസ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് എന്നാക്കുക. 30 ഇൻറ്റു 3 ഇൻറ്റു 10 30. ആഡ് ചെയ്യുമ്പം 1 91. സോ ദ ഫസ്റ്റ് ടൈം ഈസ് 91. ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 10ഉം 10-ാം പദം 5ഉം ആണ്. ശ്രേണിയിലെ 15-ാം പദം എന്താണ്? ശ്രേണിയിലെ 25-ാം പദം എന്താണ്? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 10ഉം 10th ടേം 5ഉം ആണ് എങ്കിൽ വാട്ട് ആർ ദ 15th and 25th ടേം ഓഫ് ദി സീക്വൻസ്? ഓക്കെ അല്ലേ? ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ടേം 10, 10th ടേം 5, 5-ാം പദം 10, 10-ാം പദം 5. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ 5 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 5. എപ്പോഴും ഇങ്ങനെ ഓർത്തോളൂ ആരോ മാർക്ക് കേട്ടോ. ആരോ മാർക്ക് മറന്നുപോലെ. ഇങ്ങനെയാണ് പൊസിഷൻ പോകേണ്ടത്, മൈനസ് ചെയ്യേണ്ടതിൻ്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 10 മൈനസ് 5 ഡിവൈഡഡ് ബൈ 10 മൈനസ് 5ഉം 5 തന്നെ കട്ട് ചെയ്യുമ്പം -1 എന്ന് ആൻസർ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1, പൊതുവ്യത്യാസം -1 ആണ്. നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ഈക്വൽ ടു എന്താണ്? വാട്ട് ഈസ് ദ 15th ടേം? 15-ാം പദം. 15-ാം പദം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം?
10ാമത്തെ ടേമിനോടുകൂടി 10th ടേമിനോടുകൂടി 10th ടേം പ്ലസ് എന്താണ് 10th ടേമിനോടുകൂടി എത്ര എണ്ണം കൂട്ടിയാലാണ് 15ാമത്തെ 5D. സോ 5 × D ദാറ്റ് ഈസ് ഈക്വൽ ടു 10th ടേം എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് 5 × D - 1. സോ 5 പ്ലസ് ഇൻറ്റു മൈനസ് 5 × 1 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 15ാമത്തെ പദം എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ 25th ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. 25ാം പദം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ 25ാം പദം ഞാൻ എഴുതുന്നതിന് മുന്നേ ഒന്ന് എഴുതിക്കുക, വീഡിയോ നിർത്തി വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 25th ടേം എന്ന് പറയുന്നത് നമുക്കിപ്പം 15ാം പദം എത്രയാണെന്ന് കിട്ടി? 15ാം പദം എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 15th ടേമിനോടുകൂടി 15th ടേം പ്ലസ് 10D ചെയ്താൽ മതിയല്ലോ. 15th ടേം എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടി അല്ലേ. 0 പ്ലസ് 10 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഒഴിവായിപ്പോയി. 10 × -1 -10. ഓക്കെ, 25th ടേം എന്ന് പറയുന്നത് -10. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കണേ. ഓക്കെ, ബൈ.